വാണമുട്ടവല്ല എങ്ങോട്ടാണ് ഓടുന്നത്? അവൻ വന്നിട്ടുണ്ട്. തലയുടെ മുമ്പിൽ ചെന്നിട്ട് പേച്ച് വെച്ചിട്ട് പറഞ്ഞില്ലേ പേച്ചന്റെ പേച്ചണം എവിടെ? അവിടെയാ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എത്തില്ലല്ലോ. വരുന്നുണ്ട്. എന്തു പറ്റിയമ്മേ? ഏയ് ഒന്നുമില്ല, വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് മുഷിഞ്ഞപ്പോ നിന്റെ അമ്മയ്ക്കൊന്ന് സുഖവസിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് ആശുപത്രിയിൽ മുറിയുണ്ട്, അവിടെ കിടന്ന് സുഖവസിക്കാമെന്ന്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതാ. കിടന്ന് സുഖിക്കല്ലയോ. വന്നിരിക്കുന്ന ക്ഷേമാന്വേഷകൻ നിന്ന് തലയുറ്റി വീണപ്പോ ഒരിറ്റ് വെള്ളം കൊടുക്കാൻ അവിടെ ആരുമില്ല. അതിലെ പോയപ്പോ വെറുതെ ഒന്ന് കയറിയതുകൊണ്ട് എന്റെ കണ്ടിപ്പെട്ടു. അല്ലെങ്കിൽ തെക്കേപ്പറമ്പിലെ മാവ് മുറിക്കാൻ ഞാൻ രാജപ്പൻ ആളെവിടേണ്ടി വരുമായിരുന്നു. അതിന് ഞാൻ തന്നെ വേണം. എന്റെ പെങ്ങളായി പോയില്ലേ? എന്തൊക്കെയാ പറയണേ? എവിടായിരുന്നു മോനെ നീ ഇതുവരെ? അറിഞ്ഞില്ലേ? കാന്താരിപ്പൂങ്കുട്ടിയുടെ പുരയില് ഇന്നലെ നല്ല ഓളം കേട്ടത്. ഓളം കയറാൻ അവളുടെ പുര എന്താ വെള്ളം കയറിയോ? ഇറങ്ങിപ്പോയോ? പോയോ? നാട് മുഴുവൻ പാട്ടായ കാര്യങ്ങൾ അവന്റെ വായിന്ന് വീണെന്നേ ഉള്ളൂ. അതിന് നീ എന്തിനാ അവന്റെ ഇടയ്ക്കിട്ട് ചേർന്ന്? പകല് മുഴുവൻ പൊതുജന സേവയുടെ പഞ്ചാരി മേളം, രാത്രി പാട്ടും പഞ്ചാരടി ആ പെണ്ണിന്റെ പുരയിലും. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ദേവകി. തൊഴുത്തി കെട്ടിയ കന്ന് കൊടുക്കുന്ന പുല്ലേ തിന്നു, അലയാൻ വിട്ട കന്ന് ഏതനവരാതി പുല്ലും തിന്നും. ഇവൻ ഇങ്ങനെ ആക്കിയത് അവന്റെ തന്ത ഒറ്റ ചത്ത് മേളിക്കുന്നു കൃഷ്ണ. പിന്നെ ഡൽഹിയിലോ പഞ്ചാബിലോ മറ്റോ എന്തോ പഠിക്കാൻ പോയി എന്ന് പറയുന്നു. അത് എന്റെ ചെലവ്. ചെലവാക്കിയ പണത്തിന് പകരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് വിഴുകുന്നുണ്ടല്ലോ. പോരെങ്കിൽ പറ, മൊത്തമായിട്ടല്ല തന്നേക്കാം. അങ്ങനെ തന്നിരുന്ന കടമാണോ പാർത്ഥായത്? അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. എനിക്ക് പോയിട്ട് ഇച്ചിരി പണിയുണ്ട്. നിങ്ങൾ അമ്മയായി മോനായി മോനെ, അമ്മാവൻ പറയുന്ന ഒന്നും നീ കാര്യാക്കണ്ട. ആര് കാര്യാക്കുന്നമ്മേ? ഇന്നൊന്നിലോ കേൾക്കാൻ തുടങ്ങിയതല്ലോ. എന്നാലും നാട്ടുകാരെ കൊണ്ട് പറയിക്കണം മോനെ. പൂങ്കൊടിക്ക് നീ ആരെന്ന് അമ്മയ്ക്കറിയില്ലേ? നിന്റെ അച്ഛന്റെ കാരുണ്യം കൊണ്ടാ ആരോരും ഇല്ലാത്ത അവൾ ആ കുടിയിൽ കഴിയുന്നത്. ജന്മം കൊടുത്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അവളും എനിക്ക് മോളാ. എന്താ സുലൈമാനേത്? ഇതുവരെ ഓട്ടോ ഒന്നും തടഞ്ഞില്ലേ? ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടം വന്ന് ഞാൻ പ്രഭാകരനെ വിട്ടു. എനിക്കൊന്ന് ആശുപത്രി വരെ പോകണം. ഉമ്മ പെറ്റ്. എന്റെ ഉമ്മയല്ല, ബാപ്പാന്റെ 4ാമത്തെ കെട്ടില് എന്റെ 3ാമത്തെ ഉമ്മയുടെ 5ാമത്തെ പ്രസവം. ചെയ്യാൻ എന്താ ശരി? സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്നാ വരുന്നേ. മാഷ് പറഞ്ഞു വിട്ടതാ. 6ാം ക്ലാസ്സിലെ മലയാളം മാഷ് ജൈവ പാർത്ഥം വന്നൊന്ന് ക്ലാസ് എടുക്കണം. ഇന്ന് ചിലപ്പോ പരിശോധനയ്ക്ക് ആള് വരും. കുട്ടികൾ വെറുതെ ഇരിക്കുന്ന കണ്ടാ കുഴപ്പമല്ലേ? പാർത്ഥന്റെ ക്ലാസ്സിനെ കുറിച്ച് കുട്ടികൾക്ക് ഭയങ്കര മതിപ്പാ. മലയാളോ? എന്റെ വിഷയം ചരിത്രമല്ലേ? ഓ, ചരിത്രം പഠിപ്പിക്കുന്ന ആൾക്ക് മലയാളം ഒരു വിഷയമാണോ? ഒന്ന് ചെല്ലു വാർത്ത. വെയിലത്ത് തലങ്ങുമിലങ്ങും നടക്കാതെ 10 ചക്രം കിട്ടുന്ന കാര്യം എന്നാ പിന്നെ അങ്ങനെ തന്നെ ആശാൻ വിട്ടോ. രാഘവേട്ട, ഇതൊന്നും സുലൈമാന്റെ കൈ കൊടുത്തേക്കണേ. അല്ല രാഘവേട്ട, ഈ വേഷത്തിൽ എങ്ങനെയാ സ്കൂളിലേക്ക് ഒരു മുണ്ട്? അത് സാരമില്ല രാഘവേട്ടനത് സാരമില്ല, പക്ഷെ എനിക്കത് സാരമുണ്ടേ.